നമസ്തേ. രണ്ട് യുവാക്കൾ ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഒരാൾ ടാക്സിയിലാണ് പോകുന്നത്, മറ്റേയാൾ ബസ്സിൽ. ടാക്സിയിൽ പോയ ആൾ സമയത്ത് ഇൻ്റർവ്യൂ ഹാളിൽ എത്തി, ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അയാൾക്ക് ജോലി കിട്ടി. എന്നാൽ ബസ്സിൽ പോയ ആൾക്ക് ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ബസ്സിൻ്റെ ടയർ വഴിയിൽ വെച്ച് പഞ്ചറായി. അയാൾക്ക് സമയം വൈകിയത് കൊണ്ട് ജോലി കിട്ടിയില്ല. പക്ഷേ ബസ് പഞ്ചറായ സമയത്ത് ആ കണ്ടക്ടർ എല്ലാവരെയും ഇറക്കി ടയർ മാറ്റി ഇടുന്ന സമയം അവിടെ വെച്ച് ഈ ചെറുപ്പക്കാരൻ ബസ്സിലുണ്ടായിരുന്ന ഒരു യുവാവിനെ പരിചയപ്പെട്ടു. പലതും സംസാരിച്ച് കൂട്ടത്തിൽ ഇവർ അഡ്രസ്സും ഫോൺ നമ്പറുകളും ഒക്കെ കൈമാറി. ഈ ജോലിക്ക് പോകാൻ ഉദ്ദേശിച്ച യുവാവ് പിന്നീട് ഇൻ്റർവ്യൂ സ്ഥലത്തേക്ക് പോയതുമില്ല. തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. സമയം കഴിഞ്ഞല്ലോ. മാസങ്ങൾ കഴിഞ്ഞ് ഗൾഫുകാരൻ ഈ യുവാവിന് ഫോൺ ചെയ്തു. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം, ഇവിടെ നീ പഠിച്ചതിന് പറ്റിയ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ കമ്പനിയിൽ സംസാരിച്ച് ഒരു വിസ അയച്ചു തരുന്നുണ്ട്. നിന്റെ പാസ്പോർട്ടും മറ്റ് ഡീറ്റെയിൽസുമൊക്കെ ഉടനെ ഇങ്ങോട്ട് അയക്കുക. കണ്ടോ, ആ തടസ്സം നന്നായി. യുവാവ് ഉടനെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കി എല്ലാം അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ ജോലി ഇദ്ദേഹത്തിന് ശരിയായി കിട്ടുകയും ചെയ്തു. ഉയർന്ന ശമ്പളം, വലിയ ശമ്പളത്തിലുള്ള ജോലിയാണ് കിട്ടിയത്. മറ്റേ തടസ്സം നന്നായില്ലേ. തുടർന്ന് ഇദ്ദേഹം വലിയ പണക്കാരനായി. വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം നാട്ടിൽ വന്നു. അന്ന് ടാക്സിയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ ജോലി നേടിയവർ, അവിടെ പ്യൂണായി ജോലി ചെയ്യുന്ന ആ സ്ഥാപനം ഇദ്ദേഹം തന്നെ വിലക്കി വാങ്ങി. ഇപ്പോൾ ആ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് അന്ന് ടാക്സിയിൽ പോയ ആൾ. അന്ന് കൃത്യസമയത്ത് ഇൻ്റർവ്യൂവിൽ എത്തുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇയാളൊരു പ്യൂണായി അവിടെ ജോലി ചെയ്യുന്നുണ്ടാകുമായിരുന്നു. എല്ലാം നല്ലതിനാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ദുഃഖമോ നഷ്ടമോ മാനഹാനിയോ സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരല്പസമയം ഒന്ന് ചിന്തിക്കാം. സമയം മാറി നമുക്ക് അനുകൂലമായി വരും. അതിനുള്ള ക്ഷമ നാം കാണിക്കണം. ആ ക്ഷമ നാം കാണിക്കണമെങ്കിൽ സജ്ജനങ്ങളുമായി ചേർന്ന് ആത്മീയതയിലേക്ക് തിരിയണം. അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ കഴിയും. നേരായ മാർഗം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പൊന്തി വരും. ഈശ്വരൻ പല രൂപത്തിലും നമുക്ക് തുണയായി ഉണ്ടാവും. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ബെഡ്റൂമിൽ കയറി ഫാനിൻ്റെ മേലെ കുരുക്കിട്ട് ഒരു നിമിഷം പിറകോട്ട് സഞ്ചരിച്ച് എല്ലാം ഒന്ന് ഓർത്ത് കുരുക്കിലേക്ക് തലയിടാൻ തുടങ്ങുമ്പോൾ ആരോ പുറത്തു നിന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ല് കേട്ടതും ഇയാൾ ചാടിയിറങ്ങി വാതിൽ തുറക്കാൻ വന്നു. വാതിൽ തുറന്നതും കുറേ സാധനങ്ങളുമായി വിൽക്കാൻ വന്ന ഒരു പ്രായമായ സ്ത്രീ.
അവർ മുമ്പിൽ നിൽക്കുന്നു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ പോകുന്നില്ല. പലതും പറഞ്ഞു നോക്കി, നിങ്ങളൊന്നും പോകൂ, എനിക്ക് വേറെ പണിയുണ്ട്. ആരും പോയില്ല. ആ സ്ത്രീ സങ്കടപ്പെട്ട് പറയുന്നു, കുടുംബത്തിൻ്റെ കുറേ പ്രാരാബ്ദങ്ങൾ പറഞ്ഞു. കുറേ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞു. അത് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്ര ദുരിതത്തിലായിരുന്നു. പക്ഷേ ഭഗവാൻ ഞങ്ങളെ കൈവിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയണം. മരിക്കാനെന്ന തോന്നൽ ഈ സ്ത്രീ രൂപത്തിൽ വന്ന ഈശ്വരൻ ഇല്ലാതെയാക്കി. അയാൾക്ക് മരണം എന്ന ആ സംഭവയുടെ മനസ്സെന്ന് ഞങ്ങൾക്ക് പോയി. കാലം മാറി വരും. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ സ്കൂട്ടർ പഞ്ചറായി, വളരെ ദൂരം തള്ളിക്കൊണ്ടുപോയി പഞ്ചറൊട്ടിക്കുന്ന കടയുടെ മുമ്പിലെത്തിയപ്പോൾ കട അടച്ചിട്ടിരിക്കുന്നു. വളരെ നിരാശനായി രാവിലെ കണി കണ്ട ആളെ ശപിച്ച് നിൽക്കുമ്പോൾ ഭാര്യയുടെ ഫോണ് വരുന്നു. നിങ്ങൾ ഓഫീസിലെത്തിയോ? ഓഫീസ് കെട്ടിടം വീണ് ജീവനക്കാരൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എവിടെയാണ് ഉള്ളത്? അത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ വേറെ സ്ഥലത്താണ്, വണ്ടി പഞ്ചറായി. ഓ, നന്നായി വണ്ടി പഞ്ചറായത് എന്ന് അവിടുന്ന് ഭാര്യ പറയും. കണ്ടോ? അപ്പോൾ ആ പഞ്ചറായത്, ആ പഞ്ചറൊട്ടിക്കുന്ന കടയടച്ചത് ഇയാളുടെ ജീവൻ രക്ഷിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയണം. കാലം മാറി വരും. പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരിയരുത്. ആ മാറ്റം അല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കും.